ജൂൺ 4 എത്തി. ആര് ഭരണം പിടിക്കുമെന്നറിയാൻ എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണ്. സാധാരണ ഈ വോട്ടെണ്ണൽ ദിനത്തിൽ ഉയരാറുള്ള ഒരു ആരോപണം അത് വോട്ടിംഗ് മെഷീനുകളെ ചൊല്ലി തന്നെയാണ്. VVPATകളെ ക്രമക്കേടുകൾ തടയാൻ വേണ്ടി, അത് കണ്ടെത്താൻ വേണ്ടി മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബൽ ഒരു ഫോർമുല, ഒരു ചാർട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും കൗണ്ടിംഗ് ഏജൻറ്റുമാരും എല്ലാം അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതെന്താണ് ആ ഫോർമുല എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ബാലചേട്ടാ, എന്താണ് ഈ കപിൽ സിബലിൻ്റെ ആ ഒരു മാത്തമാറ്റിക്സ് ഫോർമുല? അർജുന, ഈ VVPAT മെഷീനുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ വിഷയത്തിൽ വളരെ സമഗ്രമായും ആധികാരികമായും പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ കേസുകളുമൊക്കെ സുപ്രീം കോടതിയിൽ നടത്തിയിട്ടുണ്ട്. ആ കപിൽ സിബലാണ് രാജ്യത്തെ എല്ലാ കൗണ്ടിംഗ് ഏജൻറ്റുമാരും, പോളിംഗ് സ്റ്റേഷനിലെത്തുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ കൗണ്ടിംഗ് ഏജൻറ്റുമാർക്കുമായി ഇതുപോലെ ഒരു ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒറ്റ പേജുള്ള ഈ ചാർട്ടിലെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കണം എന്നാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യപ്പെടുന്നത്, അതായത് കൗണ്ടിംഗ് ഏജൻറ്റുമാരോട് ആവശ്യപ്പെടുന്നത്. ഇത് ഞാൻ സംക്ഷിപ്തമായ രൂപത്തിൽ എന്താണ് കപിൽ സിബൽ ഈ ചാർട്ടിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന കാര്യം ഞാൻ വിശദീകരിക്കാം. ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് കൺട്രോൾ യൂണിറ്റ്, 2 ബാലറ്റ് യൂണിറ്റ്, അതുപോലെ തന്നെ VVPAT യൂണിറ്റ്. ഈ 3 യൂണിറ്റുകൾ ഈ ഒരു കൗണ്ടിംഗ് ഏജൻറ്റ് പോളിംഗ് ബൂത്തിലെത്തിയാൽ, അദ്ദേഹത്തിൻ്റെ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ 3 യൂണിറ്റുകൾ സംബന്ധിച്ച്, അതായത് നേരത്തെ പോളിംഗ് നടന്നപ്പോൾ ഈ കൗണ്ടിംഗ് യൂണിറ്റും ബാലറ്റ് യൂണിറ്റും VVPAT യൂണിറ്റിൻ്റെയും നമ്പറുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ കൗണ്ടിംഗ് ഏജൻറ്റ് അത് ഈ ചാർട്ടിൽ രേഖപ്പെടുത്തണം. അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കണം. അതായത് പോളിംഗ് ദിവസം ഉണ്ടായിരുന്ന കൗണ്ടിംഗ് യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, VVPAT യൂണിറ്റ്, ആ 3 യൂണിറ്റുകളിലും ഏതെങ്കിലും തരത്തിൽ സീരിയൽ നമ്പറുകളിൽ വ്യത്യാസമുണ്ടോ എന്നതാണ് ആദ്യം ഒരു കൗണ്ടിംഗ് ഏജൻറ്റ് നോക്കേണ്ടതെന്നാണ് കപിൽ സിബൽ ഈ ചാർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ചാർട്ടിലെ 3ാമത്തെ കോളമായി ഇതിനകത്തുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/6/2024 വോട്ട് എണ്ണൽ നടക്കുന്നത്. അന്ന് ഇത് നോക്കുമ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം എപ്പോഴാണ് തുറന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ വോട്ടിംഗ് മെഷീനിൽ നിന്ന് അറിയാൻ വേണ്ടി പറ്റും. അത് കൃത്യമായി നോക്കണം. അതായത് എപ്പോഴാണ് തുറന്നിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആ വോട്ടിംഗ് മെഷീനിലുള്ള സമയം എഴുതണം എന്നതാണ്. ആ സമയം കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ അതിന് മുമ്പ് തുറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാം. കാരണം പോളിംഗ് നടന്ന ദിവസത്തിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും അത് തുറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നത് അറിയാൻ വേണ്ടി പറ്റും. അത് കൃത്യമായി തന്നെ അവിടെ രേഖപ്പെടുത്തണമെന്നാണ് കപിൽ സിബലിൻ്റെ ഈ ചാർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്ന് സീരിയൽ നമ്പറുകൾ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, VVPAT യൂണിറ്റ്, ഇതിൻ്റെ സീരിയൽ നമ്പറുകൾ പരിശോധിക്കണം. ഇതിന് ശേഷം സിബലിൻ്റെ ഈ ചാർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോളിംഗിൻ്റെ സ്റ്റാർട്ട് ടൈം, അതായത് എന്നാണോ പോളിംഗ് നടന്നത്. ഉദാഹരണത്തിന് കേരളത്തിൽ കഴിഞ്ഞ മാസം 26-നാണ് പോളിംഗ് നടന്നത്. ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എപ്പോഴാണ് പോളിംഗ് ആരംഭിച്ചത്, എപ്പോഴാണ് പോളിംഗിൻ്റെ എൻഡ് ടൈം. പോളിംഗ് സ്റ്റാർട്ട് ടൈമും പോളിംഗ് എൻഡ് ടൈമും ഇത് രണ്ടും കൃത്യമായി തന്നെ ഈ കൗണ്ടിംഗ് ഏജൻറ്റ് ശ്രദ്ധിക്കണം. അത് ഈ ചാർട്ടിൽ രേഖപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ നേരത്തെ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ പോളിംഗിൻ്റെ സ്റ്റാർട്ട് ടൈമും അതുപോലെ തന്നെ എൻഡ് ടൈമും അന്ന് ആ ബൂത്തിൽ ഉണ്ടായിരുന്ന റിട്ടേണിംഗ് ഓഫീസർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതും ഈ പറയുന്ന പോളിംഗിൻ്റെ സ്റ്റാർട്ട് ടൈമും പോളിംഗിൻ്റെ എൻഡ് ടൈമിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കാനാണ്. അങ്ങനെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ ഈ മെഷീൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ മറ്റോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് സീരിയൽ നമ്പർ എഴുതണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആദ്യ ഭാഗത്തുള്ള, അതായത് ഈ സമയം അതുപോലെ തന്നെ സീരിയൽ നമ്പർ ഇവയെല്ലാം പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഈ റിസൾട്ടിലേക്ക്, അതായത് ഈ കൗണ്ടിംഗ് ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൗണ്ടിംഗ് നടക്കുമ്പോൾ ഈ റിസൾട്ടിലേക്ക്, കാരണം മെഷീനാണ്, അതിൽ ഒരു ബട്ടൺ അമർത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ പോൾ ചെയ്ത രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഓരോ സ്ഥാനാർത്ഥികൾക്കും എത്ര കിട്ടി എന്നറിയാൻ വേണ്ടി പറ്റും. പക്ഷേ ആദ്യ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ രണ്ടാമത്തെ റിസൾട്ടിലേക്ക് കടക്കാൻ, ആ നടപടിക്രമത്തിലേക്ക് കടക്കാൻ വേണ്ടി അനുവദിക്കാവൂ എന്നാണ് സിബൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ടോട്ടൽ പോൾഡ് വോട്ട്സ് എന്നത് സംബന്ധിച്ച് കൃത്യമായി വിലയിരുത്തണം. അതായത് എത്ര വോട്ടാണ് ആ പോളിംഗ് മെഷീനിൽ, ആ വോട്ടർ മെഷീനിൽ ഉണ്ടായിരുന്നത്, അത് ഓരോ സ്ഥാനാർത്ഥികൾക്കും എത്ര കിട്ടി, അത് എത്ര ടോട്ടൽ പോൾഡ് വോട്ട്സ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പോൾ ചെയ്ത വോട്ടിനേക്കാളും ഒരു വോട്ടെങ്കിലും കൂടുതൽ
ഈ പറയുന്ന കണക്കിൽ ഉണ്ടെങ്കിൽ ആ മിഷനെ സംബന്ധിച്ചിടത്തോളം അത് സംശയകരമായ ഇടപെടൽ ആ മിഷനിൽ ഉണ്ട് എന്നാണ് കപിൽ സിബൽ പറയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പോളിംഗിന് ശേഷം ആദ്യം വരുന്ന കണക്കിൽ നിന്ന് വലിയൊരു കണക്കാണ് പിന്നീട് പലപ്പോഴും അതായത് പോളിംഗ് ശതമാനത്തിൽ വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ വോട്ട്സ് പോൾഡ് അതും ഈ മിഷനിൽ പോൾ ചെയ്തിരിക്കുന്ന അതായത് ഓരോ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകളും തമ്മിൽ ടാലി ചെയ്യണം. ഇത്രയും നടപടിക്രമങ്ങൾ അന്ന് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും കൗണ്ടിംഗ് ഏജൻറ്റുമാർ നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഈ ചാർട്ട് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്കും അതായത് കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, CPM, CPI, RJD തുടങ്ങിയ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും അദ്ദേഹം നൽകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മിഷനിൽ ടാമ്പറിംഗ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, സമയം. ഈ വോട്ടെടുപ്പ് ആരംഭിച്ച സമയവും ആ മിഷനിൽ ആരംഭിച്ച സമയവും അവസാനിച്ച സമയവും അത് ഇപ്പോൾ നോക്കണം. കാരണം സാധാരണഗതിയിൽ ഈ കൗണ്ടിങ് ഏജൻറ്റുമാരൊന്നും അത് നോക്കാറില്ല. അതുപോലെ തന്നെ ഈ മിഷൻ എപ്പോഴാണ് തുറന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള സമയം, ഈ രണ്ട് സമയം എന്നത് വളരെ നിർണായകമാണ് എന്നാണ് സിബൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ വോട്ടിൻ്റെ വ്യത്യാസം സംബന്ധിച്ചുള്ള കാര്യം പരിശോധിക്കുന്നത്. സ്ട്രോങ് റൂം തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ പെട്ട് പൊട്ടിച്ചതിന് ശേഷമുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്ട്രോങ് റൂമിലടക്കം അതിൻ്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച ആശങ്കകൾ മഹാരാഷ്ട്രയിൽ NCP ശരത് പവാർ പക്ഷം ഉന്നയിച്ചിരുന്നു. മറ്റൊരു സംശയം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ ഒന്ന്, സമയം, അതായത് വോട്ടെണ്ണി തീരുന്നതിൻ്റെയും ഫലം പബ്ലിഷ് ചെയ്യുന്നതിൻ്റെയും സമയത്തിൽ പ്രശ്നമുണ്ടാകും അല്ലെങ്കിൽ വൈകുമോ എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന പ്രശ്നം ഈ ടാമ്പറിംഗ് സംഭവിച്ചിരിക്കുന്നു വോട്ടിംഗ് മെഷീനുകൾ എന്നത് ഒരു പരിധിവരെ ചെറുക്കാനും തടയാനും സംശയമാണ്. അതൊരു സംശയമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ. അത് നമുക്ക് ഉറപ്പിച്ചങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അർജുൻ പറഞ്ഞതുപോലെ തന്നെ ഈ വോട്ടെണ്ണൽ നടപടികൾ, കാരണം ഓരോ മണ്ഡലത്തിലെയും കൗണ്ടിങ് ഏജൻറ്റുമാർ ഇക്കാര്യം ബോധ്യപ്പെടുത്തി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായും അതിന് സമയമെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇന്ന് സിബലിൻ്റെ വാർത്താസമ്മേളനത്തിൽ സിബൽ ഇക്കാര്യങ്ങൾ റിലീസ് ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. വളരെ ലളിതം എന്ന് നമുക്ക് തോന്നും. കാരണം സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് ഏജൻറ്റുമാരെന്നും ഈ സമയത്തിൻ്റെ വ്യത്യാസം, അതുപോലെ തന്നെ വോട്ടെടുപ്പ് നടന്ന ദിവസം പോൾ എത്ര മണിക്ക് ആരംഭിച്ചു, പോൾ എത്ര മണിക്ക് അവസാനിച്ചു തുടങ്ങിയ കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ പരിശോധിക്കാറില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഓരോ വോട്ടും നിർണായകമാണ്, ഓരോ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഈ പ്രാഥമികമായ കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ, കാരണം ഇങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ കൗണ്ടിംഗ് ഏജൻറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത് പറ്റില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ 3 യൂണിറ്റുകളുടെ ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT യൂണിറ്റ്, ഇതിൻ്റെ സീരിയൽ നമ്പറുകൾ പരിശോധിക്കുക, സമയം പരിശോധിക്കുക. ഇങ്ങനെ പരിശോധിച്ചാൽ ഏതാണ്ട് ഈ ക്രമക്കേട് ഒന്നും നടന്നിട്ടില്ല എന്ന് ഏറെക്കുറെ ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുമെന്നാണ് സിബൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഒരു മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂവിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് സയൻറ്റിഫിക് പരിശോധനയിലൂടെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ അത്രയും നിർണായകമാണ് ഈ ഒരു കാര്യം പരിശോധിക്കുന്നതിലും അത് ഉറപ്പുവരുത്തുന്നതിലും. നമുക്കെന്തായാലും ജൂൺ 4-ലേക്കുള്ള കാത്തിരിപ്പ് അടുക്കുകയാണ്. ആര് എത്ര സീറ്റ് നേടും, അധികാരത്തിൽ വരുമെന്നുള്ളതിലേക്കുള്ള കാത്തിരിപ്പ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അതിനായി ബാക്കി അവശേഷിക്കുന്നുള്ളൂ.